തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ടിൽ വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിന് സംരക്ഷണമായി സ്ഥാപിച്ച സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തിയ ഭാഗമാണ് വീണ്ടും ഇടിഞ്ഞു വീണത്. ശക്തമായ മഴയിൽ തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ടിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ്. പഴയ സർവീസ് റോഡിനോട് ചേർന്ന് കോൺക്രീറ്റ് പ്ലാസ്റ്റർ ചെയ്ത ഭാഗത്തെ മണ്ണാണ് വെള്ളിയാഴ്ച രാവിലെ ഇടിഞ്ഞത്. ഇതിനു സമീപത്തായി കഴിഞ്ഞ ദിവസവും മണ്ണിടിഞ്ഞിരുന്നു. ഒപ്പം വൈദ്യുത തൂണുകളും നിലംപതിച്ചു. പഴയ ദേശീയപാതയുടെ തൊട്ടുമുകളിലുള്ള കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടി വൻതോതിൽ മണ്ണെടുത്തിരുന്നു. എന്നാൽ മണ്ണെടുത്ത ഭാഗം കോൺക്രീറ്റ് ചെയ്യാതെ സിമന്റ് പ്ലാസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ ഭാഗം ഇടിയുകയില്ലെന്ന് ദേശീയപാത വിഭാഗം അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും കനത്ത മഴയിൽ പ്ലാസ്റ്ററിംഗ് ചെയ്ത ഭാഗം ഇടിയുകയായിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് കുപ്പം കപ്പണത്തട്ട് വഴി ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. പയ്യന്നൂർ ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു. കുപ്പത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 40ഓളം കുടുംബങ്ങളാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് താമസിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ഏകദേശം 12 ദിവസങ്ങളോളമായി വളരെ ദുരിതത്തിലാണ് ജനങ്ങളുള്ളത്. ഒരു ഭാഗത്ത് മണ്ണിടിച്ചൽ തടയുവാൻ വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള പണി നടക്കുമ്പോൾ മറുവശത്ത് അതിശക്തമായിട്ട് ഭൂമി കുലുക്കം മാതിരി മണ്ണിടിച്ചൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ നിന്നും വിട്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും മണ്ണിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് മുന്നിൽ ബാക്ക് സൈഡായിട്ട് 40 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു മരണം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ എന്തെങ്കിലും അധികാരികൾ ചെയ്തില്ല എങ്കിൽ വളരെ അധികം ഖേദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.